മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവൻ പറയുന്നുണ്ട്, മോളെ നീ എന്തായാലും പേടിക്കണ്ട. ഞാനും നിന്റെ അച്ഛനൊക്കെ തന്നെ ജയിലിൽ കത്ത് കഴിയുന്ന ജയിൽ പുള്ളികളാണ്. ദേ ഇവനുണ്ടല്ലോ റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും പുക കണ്ടിട്ടേ അടങ്ങുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട്, ദേ അധികമൊന്നും താൻ സംസാരിക്കണ്ട. താൻ എന്തായാലും തക്കം പാർത്ത് ആ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കാലിൽ വീണ് സിമ്പതി വാങ്ങിക്കൂട്ടാനേ നോക്കുള്ളൂ. കാരണം തന്റെ മോളങ്ങ് പുരനിരന്ന് നിൽക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ പറയുമ്പോ, ഓ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യം ആ എന്നോടൊന്നും പറയണ്ട. ദേ എന്റെ മരുമകനെ പോലുള്ള കിഴങ്ങന്മാരോട് പറഞ്ഞാ മതി. അല്ലെങ്കിലും ഈ കിഴങ്ങനെ നീ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതേ കമലേശ്വരം ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടല്ലേ. സാമദ്രോഹി, നീ ചെയ്ത ദ്രോഹത്തിനൊന്നും ഒരതിരില്ല. ഈ കിഴങ്ങൻ മരുമകൻ എന്റെ തലയിലായി എന്നൊക്കെ പറയുമ്പോ, ദേ കരുണേ നിന്റെ അച്ഛനോട് മിണ്ടാതിരിക്കാൻ പറ. അച്ഛ ഒന്ന് മിണ്ടാതിരിക്കുന്ന കരുണ പറയുമ്പോ, നീ മിണ്ടാതിരിക്കടി, പറയേണ്ടത് പറയണല്ലോ, എല്ലാ കിഴങ്ങന്മാരാ. എടാ മേഘ മോനെ, നിന്നോടാ കുറച്ച് വിശ്വാസം കൂടുതൽ. നീ ഒന്ന് റിക്കവർ ആയിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാകും. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് ആംഗ്യ ഭാഷയിൽ അവനെ ഞാൻ കൊല്ലുമെന്നൊക്കെ. ഈ സമയം കരുണയും പറയാണ്, ശരിയാണ് മേഘേട്ടൻ എന്തായാലും ആ നടക്കുമെന്ന് അറിയാതെയാണല്ലോ ആ കടനെ കൊല്ലാനായിട്ട് കൊണ്ടുപോയത്. പക്ഷേ സമയം കുറച്ച് തെറ്റിപ്പോയി, അതുകൊണ്ടാണല്ലോ മേഘേട്ടന് ഈ അവസ്ഥ വന്നത്. എന്തായാലും എനിക്ക് വിശ്വാസമുണ്ട് മേഘേട്ടൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ആ മേഘനെ വിശ്വസിക്കാം, പക്ഷെ ഈ കിഴങ്ങൻ വാമദേവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ മോനെയും വിളിച്ചിട്ട്, അതായത് മേഘനെയും വിളിച്ചിട്ട് പോകുന്നുണ്ട്. മേഘ മോനെ നീ പെട്ടെന്ന് വരണേട്ടോടാ, നീ പോടാ പട്ടിയെന്ന് പറഞ്ഞ് വാമദേവനാണെങ്കിൽ പ്രതാപനെ തിരിച്ച് കളിയാക്കി കൊണ്ട് പോവുകയാണ്. ശേഷം നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയോട് പ്രതാപൻ നടക്കാനായിട്ട് പറയുന്നുണ്ട്. റൂമിലേക്ക് എത്തുന്ന സമയത്ത്, മോളെ നീ വിഷമിക്കണ്ട കേട്ടോ, അച്ഛൻ ഉറപ്പായിട്ടും തിരുവോണത്തിൻ്റെ അന്ന് നിനക്ക് വലിയ സർപ്രൈസ് തന്നെയാണ് തരാൻ പോകുന്നത്. കരഞ്ഞുകൊണ്ട് ഓണം ആഘോഷിക്കാൻ പറ്റാത്ത കണ്ണനെയും മഹാലക്ഷ്മിയെയും അവരെ സ്നേഹിക്കുന്നവരെയും മാത്രമേ മോൾക്ക് കാണാൻ പറ്റുള്ളൂ. എൻ്റെ മോള് സന്തോഷവതിയായിട്ട് തിരുവോണ സദ്യ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, കാത്തിരുന്നോ കരുണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ വീണ്ടും പ്രതാപനെ കളിയാക്കുകയാണ്. ദേ നിന്റെ മന്ദബുദ്ധി ഉണ്ടല്ലോ, എൻ്റെ അമ്മയെപ്പോലുള്ളവരെ മാത്രമേ സ്വാധീനിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലാതെ എന്നെപ്പോലെ. അങ്ങനെ കരുണയാണെങ്കിൽ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഉണ്ണിയേട്ടൻ മുത്തശ്ശിയോട് ചെയ്തത്? ആ അത് പറയാനാണെങ്കിലേ കുറേയുണ്ട്. ഉണ്ണിക്ക് പേടിയാവുകയാണ്. മോളെന്തായാലേ ഇവനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്ക്. അവിടേക്ക് തോമസ് സാർ വരികയാണ്. എന്തായാലും രണ്ട് അസുരന്മാർ പോയി, ഇനി നിങ്ങൾക്കും വേണമെങ്കിൽ വീട്ടിലേക്ക് പോവാം, ഞാൻ തരുന്ന മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഉണ്ണിക്കാണെങ്കിൽ സന്തോഷമാവുകയാണ്. അങ്ങനെ പ്രതാപനോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും അച്ഛ എന്ന് നിന്നെ വിളിച്ച ആ മഹാലക്ഷ്മി വെറുതെ വിടാൻ നോക്ക്. അതൊരു പാവം കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സാറേ ഞാൻ അവളെ ഇനി നോവിക്ക പോലും ചെയ്യില്ല. അവളെ നോവിച്ചതിന്റെ പേരിൽ ഞാൻ കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് തോമസ് സാർ പറയുന്നുണ്ട്, നീ കണ്ണീരൊന്നും പൊഴിക്കണ്ട, കണ്ണിച്ചോരയില്ലാത്ത പ്രവർത്തികൾ ചെയ്യാതിരുന്നാൽ മതിയെന്ന്. പ്രതാപനാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കണം, ഓ അത് ഏറ്റില്ല എന്ന്. ശേഷം ഉണ്ണിയോടും പറയുന്നുണ്ട്, ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്കും, ഒരു അച്ഛനാവാൻ പോവുകയാണ്. കരുണേ മോളെ, നീയും അത് തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിൽ നന്മ മാത്രം ചിന്തിക്ക്, വൈകാതെ തന്നെ ഒരു കുഞ്ഞിനെ താലോലിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. ദേ അഹങ്കാരത്തിനുള്ള മരുന്ന് ആയുർവേദത്തിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ തരാം, അത് താൻ തന്നെ കുടിച്ചോടോ എന്നിങ്ങനെ കരുണ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തോമസ് സാറ് പറയുന്നുണ്ട്, നീ ഇപ്പം എന്താ മനസ്സിൽ ചിന്തിച്ചെന്ന് എനിക്കറിയാം, പക്ഷേ ഇനി അതൊക്കെ മാറ്റി ചിന്തിച്ചേ മതിയാകൂ. എന്തായാലും പോവാൻ നോക്കിക്കോ എന്ന് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ തോമസ് സാർ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് തോമസ് സാറിന് തല്ലാൻ പോകുന്നത് പോലെയൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ വീണ്ടും പ്രതാപനും ഉണ്ണിയും തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശേഷം കരുണയാണെങ്കിൽ ഉണ്ണിയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ അവരാണെങ്കിൽ കമലേശ്വരത്തിൽ എത്തുന്നുണ്ട്. കോളിമ്പിൽ അടിക്കുന്ന സമയത്ത് ഉണ്ണിയെയും കരുണയെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് മഞ്ജുവാണ്. അങ്ങനെ കരുണയാണെങ്കിൽ ഓൾറെഡി പറയുന്നുണ്ട്, ചൂലെടുത്താട്ടം നിൽക്കുന്ന അമ്മായിയമ്മയാണ് എനിക്കുള്ളത്. സത്യം പറഞ്ഞാൽ തോമസ് സാറിന്റെ വീട്ടിൽ നിന്നപ്പോൾ ഉള്ള ആശ്വാസം ഇവിടെ വന്നപ്പോൾ ഇല്ല എന്നൊക്കെ. അങ്ങനെയുള്ള കരുണയുടെ മുന്നിലാണ് മഞ്ജു അവതരിക്കുന്നത്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ മാത്രമല്ല എൻ്റെ ഭർത്താവുണ്ട്, ഞങ്ങളെ ഓണം കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടാകും. ഓണത്തിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് സംഭവിക്കാനുള്ളതാണല്ലോ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഓണത്തിന് സദ്യ ഉണ്ണാൻ അംഗങ്ങൾ ഉണ്ടാകുന്നത് നല്ലതല്ലേ? അംഗങ്ങൾ ഉണ്ടാവുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അംഗങ്ങളെ കുറയ്ക്കാൻ നോക്കരുത് എന്നൊക്കെ മഞ്ജു പറയുന്നു. പിന്നെ കണ്ണേട്ടനും ഏടത്തിയും കുഞ്ഞും പോയിട്ടില്ല, അവരും ഇവിടെയുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. തോമസ് സാർ നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു, പക്ഷെ കണ്ണേട്ടനും കുഞ്ഞും ഏടത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ കാണാതെ ഒരു സമാധാനം ഇല്ലെന്ന് ഉണ്ണി പറയുമ്പോൾ, എടാ നീ എൻ്റെ ഏട്ടൻ തന്നെയല്ലേ, എനിക്കറിയാം നിന്റെ സ്വഭാവം, നിനക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ഏടത്തിയോടും ഏട്ടനോടും കുഞ്ഞിനോടൊക്കെ തന്നെ സ്നേഹം തോന്നി തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ, എടി ഇനിയെങ്കിലും ഞാൻ മാറി ചിന്തിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്നറിയാം. ഇപ്പൊ നടന്നു തുടങ്ങിയല്ലോ, എന്ത് കാരണം കൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നതെന്ന് നന്നായിട്ട് അറിയാം. മാർക്കോയെ പേടിച്ചേ മതിയാകൂ. മാത്രമല്ല ഇപ്പൊ മറ്റൊരു അസുരൻ കൂടിയും പിടിച്ചു നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് സാഗരേട്ടനെ അറിയിച്ചിരുന്നു.
അവൻ ഇനി വീണ്ടും വെളച്ചിലെടുക്കുകയാണെങ്കിൽ അവന്റെ അന്ത്യമാണെന്നൊക്കെ പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ ഞങ്ങളെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ ഉണ്ണി മഞ്ജുവിനോട് പറയുകയാണ്. അങ്ങനെ നിന്നെ ഒന്ന് വിശ്വസിക്കാൻ കൊള്ളത്തില്ലടാ, എൻ്റെ അമ്മ എന്ന് പറയുന്നവർ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് കണ്ണേട്ടനെയും കുഞ്ഞിനെയും ഏടത്തിയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, അവരെ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല, പിന്നെയാണോടാ നിന്നെയൊക്കെ ഏട്ടാ എന്ന് വിളിച്ച് നാവ് കൊണ്ട് നിന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം അത്രയ്ക്കും വെറുപ്പുണ്ടായിട്ട് തന്നെയാണ്. മഞ്ജു, ഞങ്ങൾക്കും ഒരു അവസരം എന്താ, കണ്ണേട്ടനെയും മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇനി ആരെയും ദ്രോഹിക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നിന്ന് വാചകടിക്കാതെ കൊണ്ടുപോടി ഇവനെയും കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ കരുണയെ അവിടെ നിന്നും ആട്ടിവിടുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ വീണ്ടും ഉണ്ണിയെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ഓ വന്നേക്കുന്നു ഒരു പുണ്യാളൻ എന്നൊക്കെ. ശേഷം പ്രതാപനെ കാത്ത് മുത്തശ്ശിയാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയം പ്രതാപൻ അങ്ങോട്ട് വരികയാണ്. എടാ എന്തായി ഉണ്ണിയുടെ കാര്യം? അവൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്, പാവം നമ്മുടെ മോള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാടാ. അല്ല എന്താ ഈ കുഞ്ഞിന്റെ കാര്യം, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് അവന്മാർ ക്യാഷ് വാങ്ങി പറ്റിച്ചു, അതുകൊണ്ട് തന്നെ അവനെ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഉഗ്ര വിഷമുള്ള മൂർഖൻ കടിച്ചിട്ടുണ്ട്, കിഡ്നിയൊക്കെ ബാധിച്ച് ഹോസ്പിറ്റലിൽ ICUലാണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ, അപ്പൊ പിന്നെ അതും പാളിപ്പോയല്ലേ? പാളിപ്പോയെന്ന് മാത്രമല്ല അവൻ നമ്മളെ പറ്റിച്ചിരിക്കുക. അവന്റെ അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു, കയ്യിൽ ക്യാഷ് ഇല്ല എന്നും മോന്റെ ജീവൻ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ, കയ്യിൽ കാശില്ലെങ്കിലേ അങ്ങ് മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവരെ വെച്ചൊരു കളി കളിക്കും. എന്ത് കളി? അവർക്ക് ഞാൻ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇനി അവരെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മോനെ രക്ഷിക്കാനും ഹോസ്പിറ്റൽ ചെലവും ബാക്കി ആജീവനാന്തരമുള്ള ജീവിക്കാനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എടാ നിനക്കെന്താ വല്ല ഭ്രാന്തുണ്ട്? അവർക്ക് ജീവിക്കാനുള്ള പൈസ നീ എന്തിനാ കൊടുക്കുന്നത്? അമ്മേ അതൊക്കെ വെറുതെ പറയുന്നതാ. കാര്യം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതൊന്നും കൊടുക്കാൻ പോലും പോകുന്നില്ലെന്ന് മാത്രമല്ല തിരിഞ്ഞു പോലും നോക്കില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ ആ ഒട്ടുപാലി ഒന്ന് കാണണം. അവൻ നിന്നെ 2-3 പ്രാവശ്യം പറ്റിച്ചതാണ്. അല്ലമ്മേ, ആ കുഞ്ഞ് നമുക്ക് ആ കുഞ്ഞിനെ അനന്തുവിന്റെ വീട്ടിൽ നിന്നും എടുത്തു മാറ്റണം. അതിനെ ആ ഒട്ടുപാലി തന്നെ വേണമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ നീ എന്തീ പറയുന്നേ? അതേ അമ്മേ, നമ്മുടെ മോളെ തിരുവോണത്തിൻ്റെ അന്ന് ചിരിച്ചുകൊണ്ട് വേണം സദ്യ കഴിക്കാനായിട്ട്. കഴിഞ്ഞ ഓണത്തിന് ഇവിടെയുള്ള ഒരുത്തി നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് സദ്യ കഴിക്കാൻ പോയത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അവൾ സ്വന്തം പേരക്കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്നത് നമുക്ക് കാണണമേ. അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഉത്രാട ദിനത്തിൽ അനന്തുവിന്റെ വീട്ടിൽ കരച്ചിൽ ഉയർന്നു പൊങ്ങണം. ആ കുഞ്ഞിനെ ഒട്ടുപാല് എവിടെയെങ്കിലും കൊണ്ട് കളയട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ഇതെങ്ങാനും വല്ലതും നടക്കുമോ? നമ്മുടെ മോളുടെ സന്തോഷം എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മ കാത്തിരിക്കെ, ഞാൻ എന്തായാലും ജയിൽ പുള്ളി ആവാൻ പോവല്ലേ, അപ്പൊ പിന്നെ ഇതും കൂടി ചെയ്തിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നടന്ന കാണാം എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.